ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഓക്കെ, അപ്പൊ കയാക്കിങ്ങിനാണ് ഞാനും അബിയും കൂടെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അബിയുടെ വീടിനടുത്താണ് ഇത്. അടുത്തെന്ന് പറഞ്ഞാൽ മൺട്രോത്തുരുത്ത്. ഓക്കെ, ഏകദേശം 1 hour ട്രാവൽ ഉണ്ട്. ഇന്നാണ് തരപ്പെട്ടത്. അപ്പൊ നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ എന്തായാലും ഡേഞ്ചർ ആണ്. നോക്കാൻ വേണ്ടി അമ്മയും അബിയുടെ അപ്പച്ചിയും ഉണ്ട്. അബിയുടെ അപ്പച്ചി ഒരു സൈൻ ലബാനൊക്കെ ഓഫർ ചെയ്തിട്ട് കൊണ്ടോടെ. അതെ, തിരിച്ചു പോകുമ്പോ സൈൻ ലബാൻ ഇല്ലാതെ കാര്യം വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ ഒരു സംഭവം സെറ്റാക്കി പെട്ടെന്ന് ചടപടയെന്നും പറഞ്ഞ് നമ്മള് പുറത്തിറങ്ങിയതാണ്. വാഗമണ്ണി പോയപ്പം അവിടുത്തെ അഡ്വഞ്ചർ പാർക്ക് അല്ലെ, അഡ്വഞ്ചർ പാർക്കിലെ ഒരു ഡാമിലുള്ള ഒരു കയാക്കിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ അബി 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാതില്ല. കടലില്ല, അത് ഗോവയിലല്ലേ. ഗോവയുടെ അഹങ്കാരമൊക്കെ എന്റെ അടുത്ത് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി കറക്കമൊക്കെ കാണണം കേട്ടോ. നമ്മളൊരു കൂട്ടുകാരന്റെ റിലേറ്റീവിന്റെ അടുക്കലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അബിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രാഹുൽ രാജുവിന്റെ ബ്രദർ ഇൻലോയുടെ അടുക്കലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും കാണാം കയാക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മൾ മൺട്രോത്തുരുത്ത് അടുക്കാറായിരിക്കുന്നു. നമ്മൾ ഈ വഴിയിലൊക്കെ പലരും ബോട്ടിംഗ് എന്നും പറഞ്ഞ് ബോർഡ് പിടിച്ച് നിൽപ്പുണ്ട്. നമ്മളിതാ ചേട്ടനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇനി നമ്മള് നേരെ കയാക്കിങ്ങിനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2 ക്യാപ്പൊക്കെ വാങ്ങിച്ചു. അപ്പം ഇനി നമ്മൾ കയാക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ക്യാമ്പ്? കൊള്ളാം അല്ലേ? കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം, പച്ച മഞ്ഞ നീല എല്ലാം ഉണ്ടല്ലോ. കൊട്ടവഞ്ചി എല്ലാ സംഭവം ഉണ്ട്. സംഭവം സെറ്റാണ്. നമുക്ക് പ്രൈവസി ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മൾ തന്നെയാണ് പോകുന്നത്. അപ്പം ഓക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഗാർഡ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ഇല്ല. ഞാൻ ആദ്യം നമ്മൾ സിംഗിൾ കയാക്കിങ്ങിന് ഓപ്റ്റ് ചെയ്തെങ്കിലും, ഞാൻ ഓപ്റ്റ് ചെയ്തെങ്കിലും അവസാനം തുഴയാറായ ആ സമയമായപ്പോഴത്തേക്കും ഡബിളിലേക്ക് നമ്മളല്ല ഞാൻ മാറിയിട്ടുണ്ട്. അതെ, ഒരുമാതിരി പട്ടാളക്കാർ നുഴഞ്ഞു കയറാൻ പോകുന്നുണ്ട്. ചേട്ടൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മളിതാ കയാക്കിംഗ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഡബിൾ കയാക്കിംഗ് തന്നെയാണ് എടുത്തത്. എന്റെ പ്രത്യേക താല്പര്യാർത്ഥം അവസാനം ഞാൻ മാറ്റി പറഞ്ഞു. ഇപ്പൊ അഭി മാത്രമേ തുഴയുന്നു. ഇപ്പൊ അഭി തുഴയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ ഏത് സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നേ? ഇതൊക്കെ മാൻഗ്രൂവ്സിന്റെ ഒരു ആർച്ചുണ്ട്. ഒരാർച്ചല്ല, ഒരു 2-3 ആർച്ചുകളുണ്ട് ഇവിടെ. അപ്പൊ അങ്ങോട്ടാണ് എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനം. നമ്മൾ മൺട്രോ ആർച്ചിലോട്ട് കയറുവാണ് ഗൈസ്. ഇതാണ് മാൻഗ്രൂവ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ലെഫ്റ്റ്. ആ വെള്ളം വേണേ പോട്ടെ, വെള്ളം പോട്ടെ. വെയിറ്റ്. ശനിലിന് എല്ലാ ട്രിക്കും അറിയാം ഗൈസ്. വെരി ഗുഡ് ഗൈസ്. ആശിയനില വൻ സീനായിട്ട് തുഴഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ, എന്റെ ഇൻസ്റ്റാ 360 മൊത്തവും ആശിയനിൽ കുളിപ്പിക്കുന്നു ഗൈസ്. ഇതുണ്ടോ ഗൈസ്, ഒരു കയാക്ക് മറിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്താണേലും ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ ഡേഞ്ചറാന്ന് മനസ്സിലായല്ലോ. പക്ഷെ വിഷയമൊന്നുമില്ല, അവര് തന്നെ കേറുന്നുണ്ട്. കായലിന്റെ നടുക്കാണ് പലരും കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. തിരിച്ച് അങ്ങോട്ട് പോയാൽ എന്തായിരുന്നു പറഞ്ഞ ആ കലിങ്ങിന്റെ അടി കൂടെ. വെള്ളത്തിന്റെ അടി ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ്. ഓക്കെ, അപ്പൊ അവര് നമ്മളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഒരു കലിങ്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ അടിയിൽ കൂടെ കയറി അങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു, വേണ്ട ആ കാണിക്കുന്ന സ്പേസിലോട്ടൊക്കെ. പക്ഷെ കാറ്റിന്റെ ഡയറക്ഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഡേഞ്ചറാണ് സംഭവം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവർ പ്രത്യേകം വാർണിംഗ് തന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ കലിങ്ങിൻ്റെ അടിയിൽ കൂടെ കയറി പോവാൻ തീരുമാനിച്ചു. പോണോര് കാണാ പൊന്നിന് പോണോര്.
പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. നിങ്ങളെല്ലാം മായാവിക്കകത്ത സലീം കുമാറിനെ പോലെ പോയി ആ സെറ്റപ്പ് ഞങ്ങൾ രണ്ടുപേരും. പ്രൊഫഷണൽ എന്ത് 360 ഡിഗ്രി കറക്കം എന്ത് എനിക്ക് ഇപ്പൊ കാണണം. ആളുടെ ഇത് ഇറസ്പോൺസിബിലിറ്റി ആക്കാനുള്ളത്. ഇയാള് വീഡിയോ എടുക്കുന്നതിന്റെ വ്യഗ്രതയിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇടിച്ച് കയറാൻ പോയത്. വണ്ടർഫുൾ. ഇതാണ് നമ്മളുടെ കലിങ്ക്. എല്ലാരും കേറുന്നത് കണ്ടോ? വള്ളമൊക്കെ കേറി വരുന്നുണ്ട്. കണ്ടൽക്കാടിന്റെ ഇടയ്ക്കൊരു തെങ്ങ്. ഞങ്ങളുടെ പുതിയ കണ്ടൽക്കാടാണിത്. ദിസ് ഈസ് മൺട്രോ. കണ്ടൽക്കാടാണ് ഗൈസ്. ഇവിടെ ഒന്നും ഒരു മാനും മനുഷ്യനുമില്ല എന്ന് ഞാൻ പറയുമെങ്കിലും അങ്ങനെയൊന്നും അല്ല. അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. ഇതാ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. 360 ഡിഗ്രി വട്ടം അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇട്ട് 360 ഡിഗ്രി കറക്കിക്കൊണ്ടിരിക്കുക. ഒരു റൗണ്ട് കറക്കം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ടയേർഡായി. കുറച്ച് നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട്. സീനാണ്. അപ്പം തിരിച്ചു കൊണ്ടി വന്നേനെന്നാ. ഞാനെന്തായാലും തുഴഞ്ഞ് എത്തിച്ചേ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഇവിടം വരെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ മര്യാദയ്ക്കല്ല ലൈഫ് ജാക്കറ്റ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നടുവേദന എടുത്തത്. എനിക്കിപ്പം മര്യാദയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന എടുക്കുന്നില്ല. അപ്പൊ ഗായ്സ്, ഞങ്ങൾ താണ്ടേ നല്ല അടിപൊളി കണ്ടൽക്കാടുകളുടെ ഒക്കെ ഇടയിൽ കൂടെ ഉണ്ടോ എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ റീച്ചായി. ആശയനിൽ പ്രോ തന്നെ, ഒന്നും പറയാനില്ല. ആശയനിലാണ് ഇത് 3/4 ഭാഗം തുഴഞ്ഞത്. അതെ, ഞങ്ങൾ കണ്ടേ ആ കായലിൽ കൂടെ വന്ന് പിന്നെ അവസാനം ഈ തോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി അവസാനം ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസ് ഇതാ. ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസിലോട്ടെത്തി. തിരിച്ചിനി നമ്മളെ ചേട്ടൻ പിടിച്ച് കയറ്റും. നമ്മൾ തിരിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. അതിവിജയകരമായി നമ്മൾ യാത്ര പൂർത്തിയാക്കി. രണ്ട് ചേട്ടന്മാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. അതൊക്കെ എഴുന്നേറ്റ് മേളിൽ കയറിയിരിക്കും. കാലും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുന്നേറ്റ് സക്സസ്ഫുള്ളി എഴുന്നേറ്റിരിക്കുന്നു. ഓക്കെ, സോഡ സർബത്ത് കുടിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. ഒഴിഞ്ഞു പോയി. സോഡ സർബത്തും കൊള്ളാം. അവിടെ കുറെ സംഭവങ്ങളുണ്ട്. നല്ലതാണ്. അഡ്വഞ്ചർ സ്പോർട്സ് മൺട്രോ വീവെക്സ്. ഇതിലെന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യുക. നമ്പർ അപ്പൊ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കലിങ്ങിനടിക്കൂടെ ഞങ്ങളിപ്പോൾ വന്നത്. ഇപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും പക്ഷെ ആൾക്കാരുണ്ട്, നല്ല നല്ല ആൾക്കാർ. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. കണ്ടോ, ലൈറ്റിംഗ് കുറവാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങള് കാറിനകത്ത് കയറി. അതെ, അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം കഴിച്ചായിരുന്നു. വൻ രീതി കുഴഞ്ഞിട്ടുണ്ട്. കാരണം അമ്മാതിരി തുഴച്ചിലായിരുന്നു. അതെ അതെ അതെ. കുറെ മാസങ്ങളായിട്ട് ദേഹം അനങ്ങിയിട്ടില്ല ഇതുപോലെ. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര ടൈം ചെയ്ത് കാണുമായിരിക്കും? 5 മണിക്ക് തുടങ്ങി 6:50, 2 മണിക്കൂർ ഏകദേശം അല്ലേ? ഒരു 1.5 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കയാക്കിങ്ങിലായിരുന്നു. 400 രൂപ. ഓക്കെ, അപ്പൊ 400 ആയിരുന്നു. അതും 1.5 hours-ന്. 1.5 മണിക്കൂറിന് 400. 1 മണിക്കൂർ 300 അല്ലേ പറഞ്ഞേ? ഓക്കെ, സർവീസ് ആയിരുന്നു. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. സൈൻലവാൻ, ശരിയാ. സൈൻലവാൻ ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഓക്കെ, ആ ഓഫറിൽ സൈൻലവാൻ മാത്രമേ ഉള്ളോ അതോ
കൂടുതലും ഉണ്ടോ? അതായത് എനിക്ക് കൂടുതൽ സൈൻ അതെപ്പോഴും ഉള്ളതാ. എവിടെ പോയാലും ഒരു സൈൻ ലബാനിൽ ചെന്ന് കറങ്ങി തിരിഞ്ഞെത്തും അവസാനം. ഭയങ്കര വിശപ്പുണ്ട്. എന്താ ചെയ്യണ്ടേ? അതെ, ഞങ്ങളിങ്ങനെ ആരിലും ഒരാൾ പറയുന്ന കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാ ഞങ്ങള്. അപ്പൊ തന്നെ പ്ലാൻ ഇട്ട് കളയും. അപ്പൊ ഇപ്പൊ പുതിയ പ്ലാൻ ഇട്ടിട്ടില്ല, എന്തായാലും ചിലപ്പോ ഇടാൻ സാധ്യതയുണ്ട് അല്ലേ? നോക്കാം. ബൈ. ഇനി ഇതുപോലെ അടുത്ത അഡ്വഞ്ചറസ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ യാത്രകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Until then, signing off. കൂടി പോയി. Until then, signing off.